ഹാജി മസ്താനും വരദരാജ മുതലിയാരും കരീംലാലും ഒക്കെ വാഴുന്ന മുംബൈ അധോലോക കഥകൾ അമ്പരപ്പോടെ കേട്ടിരുന്നവരാണ് മുംബൈ. ദാവൂദ് ഇബ്രാഹിം, അരുൺ റാവറിയും ചോട്ടാ ഷക്കീലും ഒക്കെ പിന്നീട് ആ ഘടത്തിലേക്ക് വന്നു. എന്നാൽ ഇന്ന് കഥയാകെ മാറി. മുംബൈ ബാംഗ്ലൂരു ടീമുകളോട് ഇടപിടിക്കുന്ന ഗുണ്ടാ മാഫിയ സംഘങ്ങൾ കൊച്ചിയിലും ഉദിച്ചുയർന്നു. ഇന്ന് കൊച്ചിയിൽ വൻ ഗുണ്ടാ സംഘങ്ങളുണ്ട്. ദുബായിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് മുതൽ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ലഹരി ഒഴുക്കുകൾ വരെ നിയന്ത്രിക്കുന്നത് ഈ ഗുണ്ടാ സംഘങ്ങളാണ്. സിനിമാക്കാരുടെ ഇഷ്ടതാവളമായി മാറിയ കൊച്ചി ഗുണ്ടാ സംഘങ്ങളുടെ ഇഷ്ടതാവളം കൂടിയാണ്. സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെയായി പെരുമ്പാവൂർ അനസ് അടക്കമുള്ളവരുടെ ബന്ധങ്ങൾ ആരെയും ഞെട്ടിക്കും. മുമ്പ് കവലച്ചട്ടമ്പികളും ചെറുകിട ഗുണ്ടകളും മാത്രമാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്നതെങ്കിൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുകയാണ്. കുണ്ടന്നൂർ തമ്പി, വെട്ടിൽ സുരേഷ് എന്നിവരിൽ തുടങ്ങി മരട് അനീഷ്, പെരുമ്പാവൂർ അനസ് വരെ എത്തി നിൽക്കുന്നു ഗുണ്ടാ തലവന്മാരുടെ നീണ്ട ലിസ്റ്റ്. മരട് അനീഷ് ഇപ്പോൾ ജയിലിലാണെങ്കിലും കൊച്ചിയുടെ നിയന്ത്രണത്തിൽ അനീഷിന്റെ ഗ്യാങ് ഉണ്ട്. എന്നാൽ കൊച്ചി പൂർണ്ണമായും ഇപ്പോൾ പെരുമ്പാവൂർ അനസിന്റെ കയ്യിലാണ്. റീൽസ് വഴി പെരുമ്പാവൂർ അനസ് ഇടയ്ക്കിടെ എത്താറുണ്ട്. പൂർണ്ണമായും മുംബൈ മോഡൽ ഗെറ്റപ്പിലാണ് സഞ്ചാരം. ആഡംബര കാറുകളും ഗാർഡുകളും ഒക്കെയായി പെരുമ്പാവൂർ അനസ് പൂർണ്ണമായും ഒരു ദാവൂദ് ഇബ്രാഹിം സ്റ്റൈലാണ്. കൊച്ചി സിറ്റി പോലീസ് പോലും അനസിനായി വല വിരിച്ചെങ്കിലും അനസിനെ കീഴടക്കാൻ ആയിട്ടില്ല. വൻകിട ബിസിനസ്സുകാരുടെ കയ്യാളായി കൊച്ചി അധോലോകം അടക്കി വാഴുകയാണ് പെരുമ്പാവൂർ അനസ്. 5 കോടിയിലധികമാണ് പെരുമ്പാവൂർ അനസ് ഈ അടുത്ത കാലത്ത് തട്ടിയെടുത്തത്. സിനിമാക്കാരുടെ പല ഫംഗ്ഷനുകളിലും അനസ് എത്താറുള്ളത് വാർത്തയായിരുന്നു.